രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4:30 അവസാനിക്കുന്ന സമയത്തിനിടയ്ക്ക് നബി ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കൽ പോലും അവർക്ക് പറയാൻ കഴിഞ്ഞു. വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. സഹാബത്ത് ചെയ്തു എന്ന് ഒന്ന് സൂചിപ്പിക്കാൻ ഒരു സൂചന പോലും അവർക്ക് കിട്ടില്ല. നമ്മൾ സംവാദത്തിൽ എടുത്തെടുത്തെടുത്ത് പറഞ്ഞു ഇത് ഉത്തമ തലമുറയിലില്ല എന്ന്. ഞങ്ങളും നിങ്ങളും ഐക്യത്തിലാണ്. അപ്പോൾ ഉത്തമ തലമുറ ഇല്ലെങ്കിൽ അത് ഹദസാണല്ലോ, പുതിയ ഉണ്ടാക്കപ്പെട്ടതാണല്ലോ. 3/1/2026 ചെറുവാടിയിൽ വച്ച് ഒരു സംവാദം നടക്കുകയുണ്ടായി. ഒരുപക്ഷെ പ്രേക്ഷകരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ആ ഒരു പ്രോഗ്രാം വീക്ഷിച്ചിട്ടുണ്ട്. ലൈവായും നേരിട്ടും വീക്ഷിച്ച ധാരാളം ആളുകളുണ്ട്. അൽഹംദുലില്ലാ, ഏറ്റവും നല്ല ഒരു സംവാദം തന്നെയായിരുന്നു എന്നതിൽ സംശയമേതുമില്ല. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംവാദം നടക്കുമ്പോൾ, വിഷയം എല്ലാവർക്കും അറിയാം, നബിദിനാഘോഷം, അതുമായി ബന്ധപ്പെട്ട 2 വാദങ്ങളാണ് അവിടെ നിലകൊണ്ടത്. അതിൽ സുന്നി പക്ഷവും, അതായത് സമസ്ത പക്ഷവും, ഇപ്പുറത്ത് മുജാഹിദ് പക്ഷവുമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംവാദം നടക്കുമ്പോൾ പലർക്കും പലതായ രൂപത്തിലുള്ള ധാരണകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഈ സമസ്ത പറഞ്ഞു വെക്കുന്നത് ഈ നബിദിനാഘോഷം എന്നത് വലിയ പുണ്യമുള്ളതാണെന്നും വലിയ പ്രതിഫലാർഹമായതാണെന്നും അതിന് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും സ്വഹാബത്തും മാതൃകയുണ്ട് എന്നുമെല്ലാം അവരുടെ പ്രസംഗങ്ങളിൽ, അവരുടെ എഴുത്തുകളിൽ, അവരുടെ ഫ്ലക്സുകളിൽ നബിദിനം വരുന്ന സമയങ്ങളിലെല്ലാം അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന വാദങ്ങളാണ്. എന്നാൽ ആ വിഷയത്തിൽ ഒരു സംവാദം വന്നപ്പോൾ ആ സംവാദത്തിൽ പോലും അവർക്ക് അതിൻ്റേതായ രൂപത്തിൽ അവർ പറയുന്ന വാദത്തെ തെളിയിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ചെറുവാടി സംവാദം അവസാനിച്ചത് എന്ന് നിഷ്പക്ഷമായി അതിനെ വീക്ഷിച്ച ഒരാൾക്കും മനസ്സിലാകാൻ സാധിക്കും. ഏതായാലും ഈ ഒരു ചെറുവാടി സംവാദം നടക്കാനുള്ള ഒരു പശ്ചാത്തലം എന്തായിരുന്നു എന്നും എന്താണ് ഇവിടെ ഉണ്ടായ വാദമെന്നും നമുക്കാദ്യം മൂസ ഉസ്താദിനോട് ചോദിക്കാം. അദ്ദേഹം അതിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരാൾ എന്ന നിലക്ക് കൂടി അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കുകയാണ്. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജനുവരി 3-നാണ് നമ്മുടെ സംവാദം അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഒരു സുപ്രഭാതത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ വലിയ ആവേശത്തോടെ സംവാദത്തിന് വെല്ലുവിളി മുഴക്കി ആഹ്വാനം ചെയ്ത് അങ്ങനെ ഉണ്ടായി വന്ന ഒരു സംഗതിയല്ല ഇത്. പ്രത്യേകം പറയുന്നത്, സംവാദം എന്ന് കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയകളിൽ, മറ്റു പല മാധ്യമങ്ങളിൽ ഒരു വെറുപ്പിൻ്റെ ശബ്ദം ഉയർന്നു വരാറുണ്ട്. ഒരു കലഹം അല്ലെങ്കിൽ ബഹളമുണ്ടാക്കൽ, പരസ്പരം ചേരി നിന്നുകൊണ്ട് അടിപിടി കൂടൽ, ഈ നിലക്കുള്ള കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരാറുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണല്ലോ ഇത്തരം മേഖലകളിൽ പണ്ഡിതന്മാർ ഇടപെട്ട് വന്നിട്ടുള്ളത്, ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ അഭിസംബോധിതർ, അവിടുത്തെ അനുചരന്മാർ, സ്വഹാബത്തിൻ്റെ കാലഘട്ടം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംവാദം നടത്തിയത്, അലി റളിയല്ലാഹു അൻഹു നടത്തിയത്, ജാബിർ റളിയല്ലാഹു അൻഹു നടത്തിയത്, അതൊക്കെ വലിയ വ്യതിയാന ടീമുകളോടാണ്, വിഭാഗങ്ങളോടാണ്. ഖവാരിജുകൾ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ 1ാമത്തെ ടീമിനോടാണ്. നടത്തിയതിൻ്റെ ഫലമുണ്ട്. കാരണം 6000-ഓളം ആളുകളോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംവദിച്ച് 2000-ഓളം ആളുകൾ തൗബ ചെയ്ത് മടങ്ങിയെന്നാണ്. മറ്റു പലർക്കും ആ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള പിന്നെ ഒരു വഴിയായി അതൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ അയിമത്തുൽ അർബഅൻ്റെ ജീവിതത്തിൽ, പല പണ്ഡിതന്മാരുടെയും ജീവിതത്തിൽ ഇത് കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം മാതൃക ഉൾക്കൊണ്ടിട്ട് പ്രമാണങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാറുള്ളത്. ഇവിടെ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പരിസരത്തുള്ള ചെറുവാടി എന്ന് പറയുന്ന പ്രദേശം കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തോടനുബന്ധിച്ച്, ആ മാസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ അതിശക്തമായി നടത്തി വരാറുള്ള അനാചാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം കൊണ്ടാടൽ. അപ്പോൾ അതിൻ്റെ അപകടവും അതിൻ്റെ
പൊള്ളത്തരങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പല സ്ഥലങ്ങളിലും മുഖാമുഖം നടത്തിയതുപോലെ നമ്മൾ എന്ത് ചെയ്തു, 2025 ഓഗസ്റ്റ് 15 വെള്ളി നല്ലൊരു മുഖാമുഖം സംഘടിപ്പിച്ചു. ഒരുപാട് ആളുകൾ വന്ന് ചോദിച്ചു, പല വിഷയങ്ങൾക്കും നിവാരണം ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അതവിടെ ചർച്ചയായി. അവിടെ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ എന്ത് ചെയ്തു, ഈ മുഖാമുഖം ചർച്ചയായി. സ്വാഭാവികമായിട്ടും പ്രതികരണങ്ങളുണ്ടാവും. പ്രതികരിക്കാൻ വന്ന കൂട്ടത്തിൽ ഒന്ന് സമസ്ത EK വിഭാഗമായിരുന്നു. അവരെന്ത് ചെയ്തു, നബിദിനം ഇസ്ലാമികം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് 24 ഞായറിന് എന്ത് ചെയ്തു, മറുപടി വെച്ചു. അപ്പോൾ ആ മറുപടി അതിലെ മുഖ്യ പ്രഭാഷകൻ കുറച്ച് സംസാരിച്ച് പോയപ്പോൾ തന്നെ വലിയ ആവേശത്തിൽ വെല്ലുവിളി ഉയർത്തി. ഈ ചെറുവാടിയിൽ നമുക്ക് സംവാദം നടത്താൻ ധൈര്യമുണ്ടോ? പ്രശ്നം പരിഹരിച്ച് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ സംവാദത്തിന് വരൂ എന്ന നിലക്ക് എന്ത് ചെയ്തു, ഇങ്ങോട്ട് വെല്ലുവിളിച്ചു. അപ്പോൾ അവിടെ ഒരു സംവാദ ചർച്ചയായി മാറുകയാണ്. പിന്നെ അവരെന്നെ ഏറ്റെടുത്ത് ഒരു സംവാദം ആയിക്കൂടെ എന്ന നിലക്കായി ചർച്ച. നമ്മൾ ഒന്നാം ഖണ്ഡനം ഓഗസ്റ്റ് 30 ശനി നബിദിനാഘോഷം ഇസ്ലാമികമാണെന്നോ എന്ന വിഷയത്തിൽ വെച്ചു. ഈ ഉള്ളവൻ അതിൽ പങ്കെടുത്തു. അപ്പോൾ ആ മറുപടിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവർ കത്തുമായിട്ട് വന്നു, വേദിയുടെ അടുത്ത് കത്തുമായിട്ട് വന്നു. നമ്മുടെ പ്രവർത്തകർ ഒരു പ്രശ്നത്തിന് വകവരുത്തണ്ട എന്ന് കരുതി കത്തവിടെ വാങ്ങി വെച്ചു. നമ്മുടെ സംസാരത്തിൽ എന്ത് ചെയ്തു, ഇവിടെ ഒരു വൈജ്ഞാനികമായ മുഖാമുഖം നടന്നു, ഖണ്ഡനം ആരംഭിച്ചു. കുറച്ച് മുന്നോട്ട് പോകാം, നമുക്ക് ഒരു 4-5 റൗണ്ടൊക്കെ പോകുമ്പോൾ ഒന്ന് ഒരുമിച്ചിരിക്കേണ്ട അനിവാര്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കിരിക്കാം. അല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ ഒരു സംവാദ വെല്ലുവിളിയൊക്കെ നടത്തിയാണ്ട് പിന്നെ അതിനിരിക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിത് ഉരുത്തിരിഞ്ഞ് കിട്ടണമല്ലോ, അതിനാണ്. ഇനി അതല്ല, ഒരു സംവാദം വേണം എന്ന ഒരു താല്പര്യം വാശിയൊക്കെ ആണെങ്കിൽ 2016 ജനുവരിയിൽ നമ്മൾ എന്തായിട്ടുണ്ട്, കണ്ണൂർ ജില്ലയിലെ കമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേ വിഭാഗം അന്ന് അവിടെ മറുപടിക്ക് വന്ന മുസ്ലിയാരടക്കം പങ്കെടുത്ത ഫൈസൽ മൗലവി ഉസ്താദും അതുപോലെ ഈ ഉള്ളവനും പിന്നെ അബ്ദുൽ മാലിക് സലഫിയും ഒക്കെ പങ്കെടുത്ത കമ്പിൽ സംവാദം. അപ്പോൾ ആ കമ്പിൽ സംവാദം 2 കൂട്ടർക്കും തൃപ്തിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഇവിടെ ചെറുവാടിയിൽ പ്രദർശിപ്പിക്കാം. പ്രശ്നമില്ലല്ലോ, ഇതേ വിഷയമാണ്, പ്രത്യേകിച്ചൊന്നും ഒരുങ്ങേണ്ട ആവശ്യമില്ല, അതിവിടെ പ്രദർശിപ്പിക്കുക. ആളുകൾ എന്ത് ചെയ്യട്ടെ, അതിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും അവർ മറുപടി വെച്ചു. പിന്നെ മുജാഹിദിന് സമസ്തയുടെ മറുപടി, സംവാദത്തിന് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന പോസ്റ്ററിൽ അവരെന്ത് ചെയ്തു, 2ാം ഖണ്ഡനം അവരുടെ 1ാം ഖണ്ഡനം വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പിന്നെ അഹ്ലുസുന്ന വൽ ജമാ എന്ന വിഷയത്തിൽ എന്ത് ചെയ്തു, 2ാം ഖണ്ഡനം പിന്നെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമ്മൾ നടത്തി. അതിൽ നമ്മൾ എന്ത് പറഞ്ഞു, കഴിഞ്ഞ ഖണ്ഡനത്തിൽ ഞങ്ങളൊരു അഭിപ്രായം വെച്ചിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തോ ഒരു അനിഷ്ടം അല്ലെങ്കിൽ ആ സംവാദം നിങ്ങൾക്ക് ഒരു അലസത, ഒരു വല്ലാത്തൊരു പിന്നെ പേടി, അതിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്തോ ഒരു താല്പര്യക്കുറവ് കാണുന്നുണ്ട്. ശരി, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു സംവാദം നടത്തി അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനമാകേണ്ടതെങ്കിൽ നമുക്ക് നടത്താം. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന് സംവാദം പരിചയമില്ലാത്ത കാര്യമൊന്നുമല്ല. സമസ്ത വിഭാഗത്തിലെ തലമുതിർന്ന എത്രയോ മുസ്ലിയാക്കന്മാരോടൊപ്പം രാവും പകലും മണിക്കൂറുകൾ നീണ്ട സംവാദങ്ങൾ നടത്തിയിട്ട് തന്നെയാണ് എന്തായിട്ടുള്ളത്, ഇവിടെ ഹക്കും ബാത്തിലും വേർതിരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു പേടിയുള്ള കാര്യമൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇരിക്കാം. പക്ഷേ നേരെ വ്യവസ്ഥയ്ക്ക് ഇരിക്കുമായിരിക്കും, നേരെ സംവാദത്തിന് ഇരിക്കുമായിരിക്കും. വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു ഇരുത്തല്ല, സംവാദം എങ്ങനെ, വാദം എന്ത് എന്നൊന്നും പറയാൻ വ്യവസ്ഥയ്ക്ക് ഇരുത്തല്ല. നേരിട്ട് നമ്മൾ സംവാദത്തിന് ഇരിക്കും. ഈ നിബന്ധന ഒക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ നിബന്ധനയ്ക്ക് നിങ്ങൾ റെഡിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, സംവാദവുമായി ബന്ധപ്പെട്ട അതിൻ്റെ തീയതിയും കാര്യങ്ങളും അത് 2 ഭാഗത്തു നിന്നും ആളുകളൊക്കെ ഏർപ്പാടാക്കി 5 വീതമോ എത്ര വേണ്ടിച്ച് അങ്ങനെയൊക്കെ ഏർപ്പാടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മളെ മറുപടിയിൽ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമ്മളും എന്ത് ചെയ്തു, ഇത് ഇവർ വെല്ലുവിളിച്ച സ്ഥിതിക്ക് നമ്മൾ പരിഹാരം പറഞ്ഞു, അവർക്കത് പോരാ, ശരി എന്നാൽ ഇനി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ നമ്മളും അതിലേക്ക് യോജിച്ചു. ഇങ്ങനെയാണത് സംവാദം എന്ന ഒന്നിലേക്ക് എത്തുന്നത്. ഇനി ഇപ്പോൾ ഈ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ ഷജറ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ. ഒരു ഭാഗത്ത് അവരെ സംഘടന ആളുകൾ, മറുഭാഗത്ത്
പിന്നെ ആദർശ സംരക്ഷകർ ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷജറ ടീമുണ്ട്. അപ്പോൾ ഈ ഷജറ ടീമാണ് ഇവിടെ സംസാരിക്കാൻ വന്ന ആളുകൾ. ഇവിടെ ഇതിൻ്റെ കത്ത് കൈമാറണമല്ലോ, അവിടെയും ഒരു രസമുണ്ട് ഈ കത്ത് കൈമാറിനെടുത്ത്. ആദ്യം എന്ത് ചെയ്തു, അവരെ ഭാഗത്ത് നിന്ന് 6 കത്തുകളാണ്, നമ്മുടെ ഭാഗത്ത് 4 കത്തുകളാണ്. അപ്പോൾ ഈ 6ഉം 4ഉം ആകാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ആദ്യം അവരെന്ത് ചെയ്തു, പിന്നെ 100ാം വാർഷിക സമ്മേളനം ചെറുവാടി റേഞ്ചിൻ്റെ ലെറ്റർ പേഡിൽ കത്ത് തന്നു, കത്ത്. പിന്നെ അടുത്ത കത്തും അതിൽ തന്നെ, 3ാമത്തെ കത്തും അതിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു സമസ്ത എന്ന് പറയുമ്പോൾ അതൊരു ഔദ്യോഗിക സംഘടനയാണല്ലോ, അതിന് മുഷാവറുണ്ട്, മുഷാവർക്ക് ലെറ്റർ പേഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ SKSF ഉണ്ട്, അതിൽ ലെറ്റർ പേഡ് ഉണ്ട്. അതൊക്കെയല്ലേ ഇവിടെ വേണ്ടത്. അല്ലാതെ താൽക്കാലിക ലെറ്റർ പേഡ് ഉപയോഗിച്ച് കണ്ട് സമ്മേളന സ്വാഗത സംഘമൊക്കെ സമ്മേളനം കഴിഞ്ഞാൽ പിരിച്ചുവിടും. അപ്പോൾ അതൊരു സുഖമായി തോന്നുന്നില്ല, ഒരു ഔദ്യോഗികത വേണം എന്ന നിലയ്ക്ക് നമ്മൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അവരിങ്ങനെ ഒരു കൊതറി മാറുന്ന രീതി ഉണ്ടായി. ഏതായിരുന്നു നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എന്ത് ചെയ്തു, അടുത്ത ലെറ്റർ കൊണ്ടുവന്നു. അത് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കോഴിക്കോട് ജില്ല എന്നായിരുന്നു. അപ്പോൾ ഈ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന് പറഞ്ഞാൽ അത് ഈ ഷജറ ടീം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു തട്ടിക്കൂട്ട് സംവിധാനമാണ്. അതും സമസ്തയുടെ ഒരു പിന്നെ സുപ്രധാന കാര്യം എന്നൊന്നും ഇപ്പോൾ പറയാനാവില്ല, ആ നിലക്കുള്ള സംഗതിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ജംഇയ്യത്തുൽ മുഅല്ലിമീനല്ലല്ലോ വേണ്ടത്, ഇതിന് സമസ്തൻ്റെ ഒരു ഔദ്യോഗികത വേണമല്ലോ. ഏതായിരുന്നാലും അങ്ങനെ പറഞ്ഞ് 6ാമത്തെ കത്ത് എന്ത് ചെയ്തു, സമസ്ത കേരള SKSSF എന്ന ചെറുവാടി റേഞ്ചിൻ്റെ ലെറ്റർ ഹെഡിൽ നമുക്ക് കാര്യങ്ങൾ തന്നു. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് നടത്താം. പിന്നെ അവരെ കത്ത് തന്നു, നമ്മളും കൊടുത്തു. അതിൽ വാദങ്ങളായിട്ട് അവരെ വാദം അവരെഴുതി തന്നത്, പിന്നെ സുന്നി പക്ഷത്തിൻ്റെ വാദം, നബിദിനാഘോഷം പുണ്യകർമ്മമാണ്, ഷിർക്കാണെന്നും ദുരാചാരമാണെന്നുമുള്ള വാദം തെറ്റാണ്. ഈ ഒരു വാദമായിരുന്നു അവർക്ക് അവിടെ പിന്നെ തെളിയിക്കാൻ എന്ന നിലക്ക് അവർ തന്നത്. നമ്മുടെ വാദമായി നമ്മൾ എഴുതി കൊടുത്ത കാര്യം എന്തായിരുന്നു, നബിദിനാഘോഷം എന്ന ഈ ദുരാചാരമാണ്. ആ ദുരാചാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിൻ്റെയോ താബീങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത, ഉത്തമ തലമുറയിൽ ഇല്ലാത്ത ദുരാചാരമാണ്, അത് ഇബാദത്തല്ല ദുരാചാരമാണ് എന്ന നമ്മുടെ വാദം. ഈ 2 വാദങ്ങൾ തമ്മിലാണ് മാറ്റുരയ്ക്കേണ്ടത് എന്ന നിലക്ക് ചർച്ച എത്തി. അതിന് വേണ്ട 2 ഭാഗത്തു നിന്നുമുള്ള പ്രാദേശിക ആളുകൾ റെഡിയായി. അവർ പലതവണ ഇരുന്നു. 7 വീതം പണ്ഡിതന്മാർ പങ്കെടുക്കണം, 100ഓളം ശ്രോതാക്കൾ അതിൽ വേണം എന്നായി. അപ്പോൾ 7 വീതം എന്നാകുമ്പോൾ ഒരു കണക്കുണ്ടല്ലോ, കൃത്യമാണല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ 7s എന്ന് പറയും. അപ്പോൾ ഈ സംവാദം കഴിഞ്ഞപ്പോൾ ചില വാർത്തകൾ കണ്ടു. സുന്നി പക്ഷത്തിന് ഉജ്ജ്വല വിജയം എന്ന് ഒരു വാർത്ത. അതേപോലെ തന്നെ ചെറുവാടി സംവാദം നവീനവാദികളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് സമസ്തയിൽപ്പെട്ട ആളുകൾ തന്നെ, പ്രധാനികൾ തന്നെ വാർത്തകളിലൂടെ. അപ്പോൾ ഈ ഉജ്ജ്വല വിജയം എന്ന് കേട്ടപ്പോൾ ഈ ഉള്ളവന് തോന്നിയൊരു കാര്യം വെച്ചാൽ, ഇവരിതിനെ കണ്ടതെന്ന് വെച്ചാൽ ഒരു 7s ടൂർണമെൻറ്റ് പോലെ കണ്ടിട്ട് ഈ ഗ്രൗണ്ടിലെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാവില്ല, ഇത് ഗാലറിയിൽ നിന്ന് കളി കാണുന്ന ആളുകളെ ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ടാണ് ഇവർ ഇതിന് വിധിട്ടത് തോന്നുന്നുണ്ട്. അതെ, കാരണം അല്ലാഹു അക്ബർ തക്ബീർ തന്നെ ഭയങ്കര. അതെ, അപ്പോൾ അസ്ഥാനത്തുള്ള തക്ബീർ വിളികൾ ഇവരെ മനസ്സിനെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി എന്ത്, ഉജ്ജ്വല വിജയം നമുക്കാണ്. അതുകൊണ്ടാകാം ശരിക്കും എന്താ വെച്ചാൽ 7 വീതം പണ്ഡിതന്മാർ വബില്ലാഹി തൗഫീഖ് അവിടെ ഒത്തു. എന്തിനറിയോ, ഹക്കും ബാത്തിലും വേർതിരിച്ച് കിട്ടാൻ. ശരിക്ക് സംവാദമാകുമ്പോൾ വൈജ്ഞാനികമായിരിക്കണം, പ്രാമാണികമായിരിക്കണം, അതാണല്ലോ പ്രധാനം. ഇവരിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ പിന്നെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും 10 ഗോൾ അടിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തിരുന്നു, 10 ഗോൾ. പക്ഷേ 9 ഗോൾ അടിച്ചു. അത് വളരെ ദുർബലമായ, വളരെ ഞുരുമ്പിച്ച അടികളായിരുന്നു. അതൊക്കെ ബഹുമാനായ ഫൈസൽ മൗലവി പ്രാമാണികമായി തന്നെ എന്ത് ചെയ്തു, തച്ച് തള്ളിയിട്ടു ആ 9 എണ്ണത്തിന്. തിരിച്ചങ്ങോട്ട് നമ്മൾ 10 ഗോൾ വളരെ മുന്തിയ ഗോളുകളായിരുന്നു. കാരണം ഓരോ ഗോളുകളും എന്തായിരുന്നു, പ്രമാണം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഓരോ ചോദ്യങ്ങളും അത്രയും പ്രാമാണികമായിരുന്നു. അവർ 2-3 ഗോളികൾ മാറി മാറി നിന്നിട്ടും ഒരു ചെറിയ വിരൽ കൊണ്ട് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് തടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനത് പറഞ്ഞതെന്തിനാ വെച്ചാൽ, വളരെ പ്രാമാണികമായി 2 വാദങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് മണിക്കൂറുകൾ ചെലവഴിച്ച്
പണ്ഡിതന്മാർ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതിനെ ഒരു കോമാളിക്കളിയായി, ഒരു തമാശ കളിയായി പുറത്തിറങ്ങിയിട്ട് അവർ കൈകാര്യം ചെയ്തത് അവർക്കൊരു മനസാക്ഷിക്കുത്ത് അതിലുണ്ടാവും. അല്ലെങ്കിൽ അവർ തിരിച്ചറിയട്ടെ ഇതൊരു കളിയല്ല, ഇത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യാഥാർത്ഥ്യം സമൂഹത്തിന് ബോധ്യപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അൽഹംദുലില്ലാ നമ്മൾ മുന്നോട്ട് വെച്ച വാരത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും നന്നായി പിന്നെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, മുസലി ഉസ്താദ് പറഞ്ഞതുപോലെ സംവാദം കഴിഞ്ഞ് ദിവസങ്ങൾ മണിക്കൂറുകളൊക്കെ പിന്നിടുമ്പോഴേക്ക് സോഷ്യൽ മീഡിയകളിൽ നിറയാൻ അവരുടെ ഓരോ വീഡിയോകൾ പുറത്തു വരുന്നു. ഞങ്ങളാണ് ജയിച്ചത്, അവകാശവാദങ്ങളുമായി പല വീഡിയോകളും പത്ര കട്ടിങ്ങുകളും ഒക്കെ ധാരാളമായി കണ്ടു തുടങ്ങി. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ആ ഒരു സംവാദത്തിൽ അവർ തലകുനിച്ചിരുന്നതിൻ്റെ ജാള്യതയെ സമൂഹത്തിൻ്റെ മുഖത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് കയറി ആ മുഖത്തെ മാറ്റി അവരുടെ വിജയം എന്നതിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചില പൊടി ന്യായങ്ങൾ അല്ലെങ്കിൽ പൊടി ക്രിയകൾ എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇങ്ങനെ ഒരു സംവാദം നടന്നു, 2 വാദങ്ങൾ അവിടെ വച്ചു. ആ വാദങ്ങളിൽ സമസ്തയുടെ വാദം വിജയിപ്പിച്ചെടുക്കാൻ സമസ്തയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലായി സൂചിപ്പിച്ചതുപോലെ ഉജ്ജ്വല വിജയം എന്നൊക്കെ പത്രത്തിൽ എഴുതുമ്പോൾ വിജയം അത് കാണികളാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായും നിഷ്പക്ഷരായിക്കൊണ്ട് ഇതിനെ വിലയിരുത്തേണ്ടതാണ്. അതെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം വിലയിരുത്തുന്ന സമയത്ത് 2 വിഭാഗവും ഉന്നയിച്ച വാദമെന്ത്, തങ്ങളുടെ വാദം അത് ശരിയാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന തെളിവുകളെന്ത്, ഇത് കൃത്യമായി പരിശോധിക്കുന്നതിലൂടെ മാത്രമാണ് ഈ സംവാദം അത് എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഉസൂലിയായ അഥവാ ഒരു അടിസ്ഥാനപരമായ ചർച്ചകളിലൂടെ കൊണ്ടുപോകുക എന്ന വ്യാജേനയാണ് സമസ്തയുടെ ആളുകൾ വന്നത്. കാരണം ഉസൂൽ ഫിഖിൻ്റെ തത്വങ്ങൾ അതിലൂടെ സ്ഥാപിച്ചെടുക്കാം എന്ന നിലക്കായിരിക്കാം അവർ പലതും ചോദിച്ചു തുടങ്ങിയത്. പക്ഷേ എന്താണ് തങ്ങൾ ചോദിക്കുന്നത് എന്നും അതും തങ്ങളുടെ വാദവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നും ഒരിക്കലും തന്നെ അവർക്ക് ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നത് ഇതിലൊരു പ്രധാന കാര്യമാണ്. ഇപ്പോൾ നബിദിനാഘോഷം പുണ്യകർമ്മമാണ് എന്നതാണ് അവർക്ക് സ്ഥാപിക്കാനുള്ളത്. മാത്രമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് ദുരാചാരമാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയൊരു പ്രയാസമുള്ള കാര്യമില്ല. ഇപ്പോൾ പുണ്യകർമ്മമാണെന്ന് സ്ഥാപിക്കാൻ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിഷയാവതരണം ലഭിച്ചു, 15 മിനിറ്റ് സമയം. ആ 15 മിനിറ്റിൽ ഇതൊരു പുണ്യമാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു ആയത്തോ ഒരു ഹദീസോ പോലും ഓതാൻ ആ നിലക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രമാണബദ്ധമായിക്കൊണ്ട്. രണ്ടാമത്തത് അവരുടെ ഭാഗത്തു നിന്നായിരുന്നു ആദ്യത്തെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം. അപ്പോൾ നമ്മളൊക്കെ ഈ സംവാദത്തിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പ്രിപ്പറേഷൻ ഇരിക്കുന്ന ആളുകളാണ്. ഏതെല്ലാം ചോദ്യങ്ങൾ അവിടെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്നൊക്കെ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടാണ് നമ്മളൊക്കെ സംവാദത്തിന് പോയത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അതായത് സംവാദത്തിന് വന്ന വിഭാഗത്തിലെ ചോദ്യം ചോദിക്കുന്ന ഉസ്താദുമാരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആൾ ചോദിച്ചത് വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞ ആയത്തെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ എന്ത് തെളിവാണുള്ളത്, അതേ തെളിവ് തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത് എന്ന് സ്ഥാപിക്കാനാണ് അയാൾ തുടക്കം മുതൽ ശ്രമിച്ചത്. ഒരു സംഘടനയുടെ സ്ഥാനത്താണ് ഒരു അവിടെയാണ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നബിദിനത്തെക്കുറിച്ച് ഇവർ എഴുതിയ ലേഖനങ്ങളുണ്ട്. ആ ലേഖനത്തിൻ്റെ ഹെഡിങ്ങുകൾ ഓരോന്ന് ഇപ്പോൾ സുന്നി അഫ്കാർ പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ച ചോദ്യമുണ്ട്. അത് മൂല്യമുള്ള ഇബാദത്ത് എന്നാണ് നബിദിന ആഘോഷത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ളത്, മൂല്യമുള്ള ഇബാദത്ത്. രണ്ടാമത്തത് ഇതേപോലെ തന്നെ നബിദിനത്തെക്കുറിച്ച് അത് ശറയിൽ പെടുമെന്ന് രേഖപ്പെടുത്തിയതുണ്ട്. അതുപോലെ തന്നെ ഇത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമായത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
2 പെരുന്നാൾ ദിനത്തേക്കാൾ മഹത്വമുള്ളത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനെ മൊത്തം ഒരു ഇബാദത്തിൻ്റെ തലത്തിലാണ് കൊണ്ടുപോകുന്നത്. ഈ സംഘടന എന്നത് എന്തല്ല, ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. അത് നമുക്കറിയാം. ഇപ്പോൾ കാര്യങ്ങൾ നമുക്ക് ഉസൂലിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 2 തരംതിരിക്കാം. ഒന്ന് ഇബാദത്തുകളായിട്ട് വരുന്നതുണ്ട്, 2 ആദത്തുകളും മുആമലാത്തുകളും എന്ന് പറയും. ഇപ്പോൾ ഈ ആദത്തുകളുടെയും മുആമലാത്തുകളുടെയും പ്രത്യേകത എന്താ വെച്ചാൽ തെളിവിൻ്റെ ആവശ്യമില്ല. അത് അതിൻ്റെ അസലിൽ തന്നെ ഹലാലാണ്. സംഘടന എന്ന് പറയുന്ന സംഭവം വരുന്നത് ഈ പറഞ്ഞ ആദത്തുകളുടെയും മുആമലാത്തുകളുടെയും ഇന്തിഫാകൾ എന്നൊക്കെ പറയും, ഉപകാരങ്ങൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞ ഗണത്തിലാണ്. ആ സംഘടന ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ദീനിൽ തെളിവിൻ്റെ ആവശ്യം തന്നെ ഇല്ല. പിന്നെ ആയത്തോതിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് ഇവരെ പോലത്തെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ സംഘടന ഉണ്ടാക്കിയപ്പോൾ എന്താ അതിൻ്റെ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ, ഇനിയിപ്പോൾ ഒരു തെളിവ് വേണമെങ്കിൽ ഒരു പൊതുവായ തെളിവ് വൽതക്കും മിൻകും ഉമ്മ എന്ന ആയത്തോതി. അതായത് ആയത്തോതിക്കാണ്ട് സംഘടന ഉണ്ടാക്കിയതല്ല. സംഘടന ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിനെന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ ഓതിയ ആയത്താണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് പള്ളിയിൽ ഒരാൾ ഇരിക്കണമെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരിക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷണിക്കാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കണമെങ്കിൽ ആ സംഘടന ഇതിലാണ് വരിക. ഇനി സംഘടന ഒന്നും ഉണ്ടാക്കിയില്ല, വേറെ ട്രസ്റ്റാണ് ഉണ്ടാക്കിയത്, ഇതിൽ തന്നെയാണ് വരിക. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഈ സംഘടന എന്ന് പറയുമ്പോൾ അത് സംഘടനയ്ക്ക് ഷർത്ത് ഫർള് ലാബിത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഓലും ഇവരെ പോലെ മനസ്സിലാക്കിയത്. ഇവരും സംഘടന പറഞ്ഞാൽ ഇബാദത്താണ് മനസ്സിലാക്കി, ഓലും സംഘടന പറഞ്ഞപ്പോൾ ഇബാദത്താണെന്നാണ് മനസ്സിലാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. കാരണം ആ രൂപത്തിലാണ് അതിന് ഷർത്തും ഫർളും പറയാറുള്ളത്. എന്നാൽ സംഘടന എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, അതൊരു ഇബാദത്തല്ല. അപ്പോൾ ഈ നെയ്യത്തിൻ്റെ പ്രത്യേകത അത് ഫൈസൽ മൗലവിൻ്റെ ചോദ്യത്തിൽ അതിന് മറുപടി പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നെയ്യത്തിൻ്റെ പ്രത്യേകത ചർച്ച ചെയ്തെടുത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. ആദത്തുകളെ ഇബാദത്താക്കുന്നത് നെയ്യത്താണ്. ആദത്തുകളെ ഇബാദത്താക്കും. അതുപോലെ തന്നെ ഇബാദത്തുകൾക്കിടയിൽ വ്യതിരക്തത ഉണ്ടാക്കുന്നത് നെയ്യത്താണ്. അപ്പോൾ ആദത്തുകളെ ഇബാദത്താക്കുക എന്ന് പറഞ്ഞാൽ സംഘടന എന്നത് അടിസ്ഥാനപരമായി കൊണ്ട് ഇബാദത്തേ അല്ല. എന്നാൽ ഇവിടെ മൂല്യമുള്ള ഇബാദത്താണ് നബിദിനം എന്ന് പറയുന്ന ആളുകൾ ഒരു ആദത്തിൻ്റെ വിഷയത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള തെളിവായിക്കൊണ്ട് ഉദ്ധരിച്ചതല്ല, മറിച്ച് അതിനൊരു ഉപോത്ബലകം എന്നുള്ള നിലക്ക് ഉദ്ധരിച്ചൊരു സാധനത്തെ, ഷവാഹിദായിക്കൊണ്ട് ഉദ്ധരിച്ചൊരു സാധനത്തെ എടുത്തിട്ടാണ് എന്താ ഒന്നാമത്തെ ചോദ്യം ചോദിക്കേണ്ടത്. അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവരെന്തായിട്ടില്ല, അസിലും പഠിച്ചിട്ടില്ല, ഇവരെ ഒരു പ്രിപ്പറേഷനും ആ വിഷയത്തിൽ നടന്നിട്ടില്ല. കാരണം നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അതിൽ വേറെ ചില ആൾക്കാരൊക്കെ വരേണ്ടതായിരുന്നു, അവരാരും എന്താക്കിയിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. കാരണം അവർക്ക് ഉറപ്പാണ് ഇതിന് വന്നു കഴിഞ്ഞാൽ മാനം കെടും എന്നുള്ളത്, പ്രമാണങ്ങൾ കയ്യിലില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അവരുടെ ചോദ്യത്തിനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുക, പെരുന്നാളിനേക്കാൾ പുണ്യമെന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് എന്നാ പുണ്യം പറയണേ ഒരു ഹദീസ്, പുണ്യം പറയണ ഒരു ആയത്ത്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് സാധാരണ അവർ പറയണ മറ്റു പല വാദങ്ങൾ, ഇതിനൊന്നും സ്ഥാപിക്കാൻ ആവശ്യമായ ഒന്നും തന്നെ അവർക്ക് അതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നത് അത് ഇതിനെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന, അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒരു ദീനിൻ്റെ കാര്യങ്ങളും ബോധ്യപ്പെടുന്ന ആളുകൾക്കത് ബോധ്യപ്പെടുമെന്നുള്ളതാണ്. ഈ പെരുന്നാളിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഈ പെരുന്നാളിൻ്റെ മഹത്വങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ ആദാബുകൾ കൂടി പഠിപ്പിച്ചു. ഒരുപാട് ഹദീസുകൾ അതിനുണ്ട്. പെരുന്നാളിനേക്കാൾ മഹത്വമുള്ളതാണ് നബിദിനാഘോഷമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ലഫ്ലെങ്കിലും ഉണ്ടാകണ്ടേ, കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അല്ല, സ്വാഭാവികമാണ്. ഇത് വളരെ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അതുമാത്രമല്ല ഒന്നും, അതായത് ഇവർ സാധാരണഗതിയിൽ ഇപ്പോൾ ആ കൂട്ടത്തിൽ നിന്നൊരു മുസ്ലിയാർ പറഞ്ഞു, നിങ്ങളെന്താ സാധാരണ പ്രസംഗിക്കണ മാതിരി തന്നെയാണ് ഇവിടെ വന്നും പ്രസംഗിക്കേണ്ടത് ചോദിച്ചപ്പോൾ നമ്മളതിന് മറുപടി പറഞ്ഞ എന്താണ്, ഞങ്ങൾക്ക് ഇവിടെ ആണെങ്കിലും സ്റ്റേജ്മേലാണെങ്കിലും പള്ളിക്കലാണെങ്കിലും എല്ലായിടത്താണെങ്കിലും പറയാനുള്ള ഒരേ പ്രസംഗമാണ്. നിങ്ങളെ പൊതുജനങ്ങളുടെ ഒന്ന് പറയാം, പണ്ഡിതന്മാരുടെ ഇടയിൽ വരുമ്പോൾ വേറെ ഒന്ന് പറയാം, ഇങ്ങനത്തെ ഒരു ഏർപ്പാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമുക്ക് എല്ലായിടത്തും പറയാനുള്ള ഒന്നാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് പറയേണ്ടത് പറയാനുള്ള ത്രാണിയോ ധൈര്യമോ ഇവർ ഇതിൽ കാണിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ അവർ ചോദിച്ചൊരു ചോദ്യം എന്താ വെച്ചാൽ തിരുപ്പിരവി റഹ്മത്താണോ എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു തിരുപ്പിരവി റഹ്മത്താണ്, അത് നമ്മൾ റഹ്മത്തല്ല എന്ന് പറയുമെന്നായിരുന്നു അവരെന്താക്കിയിരുന്നത്, ധരിച്ചിരുന്നത്. അതിനനുസരിച്ചാണ് അവർ അടുത്ത ചോദ്യം പ്രിപ്പയർ ചെയ്തിട്ട്. അപ്പോൾ അതോടുകൂടി അതും എന്തായി, അവരെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ നിന്ന് പോവുകയാണ്, മൊത്തത്തിൽ പോവുകയാണ്. ഒന്നാമത്തത് കുറിക്ക് കൊണ്ടില്ല എന്ന് മാത്രമല്ല, അതിനുള്ള മറുപടി ആ നിലക്ക് പറയുകയും കൂടി ചെയ്തപ്പോൾ തിരുപ്പിറവി റഹ്മത്താണ് എന്ന് നമ്മൾ പറഞ്ഞതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലായി, ഇവരാകെ പിടുത്തം വിടുകയാണെന്നുള്ളവർക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തിരുപ്പിറവി റഹ്മത്താണ്. പക്ഷേ തിരുപ്പിറവി റഹ്മത്താണ് എന്നത് എന്തല്ല,
നബിദിന ആഘോഷം കഴിക്കാൻ തെളിവല്ല. നബിദിനാഘോഷം റഹ്മത്താണെന്ന് എന്താ പറ്റില്ല, പറയാൻ പറ്റില്ല, അത് ബിദ്അത്താണ്. നബി ജനിച്ചു എന്നുള്ളത് യാതൊരു സംശയമില്ല, അത് തന്നെയാണ്, റഹ്മത്ത് തന്നെയാണ്, ഒരു സംശയമില്ല. എന്നാൽ നബിദിനാഘോഷം എന്നുള്ളതും തിരുപ്പിറവി എന്നതും രണ്ടും രണ്ട് വിഷയമാണ് എന്ന് നമ്മളവിടെ എന്തായി കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതും അവർക്ക് കേട്ടിരിക്കേണ്ടി വരികയാണ് പിന്നീട് എന്താക്കിയത് ഉണ്ടായത് എന്നുള്ളതാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നബിദിനാഘോഷം ശിർക്കാണെന്ന് എന്തായിട്ടുണ്ട്, മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് അവർ ശ്രമിച്ചത്. മൂന്നാമത്തെ ചോദ്യത്തിലൂടെ ശ്രമിക്കുന്നത്. നമ്മൾ തുടക്കം മുതലേ പറഞ്ഞതാണ്, അടഞ്ഞ് വെപ്പൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഉമർ മൗലയുടെ ഓർമ്മയുടെ തീരത്തൊക്കെ അവിടെ കൊടുന്നിരുന്നു. കാരണം അത് അതിനടുത്ത് വായിച്ചാൽ മതി. അതിൽ നമ്മൾ ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ നിരുപാധികം നബിദിനം ശിർക്കാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതെ, അപ്പൊ നിരുപാധികം ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, ഉപാധികൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇനിയിപ്പോ ഉപാധി മുമ്പിലാണോ വരേണ്ടത് ബാക്കിലാണോ വരേണ്ടത് എന്നുള്ളിടത്താണ് മൂലയുടെ ചർച്ച. അതായത് എഴുതി നിങ്ങളവിടെ നിൽക്കി വായിച്ച് ഞാനങ്ങോട്ട് പറയട്ടെ എന്നുള്ള രൂപത്തിലാണ് അവതരണങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ സാധാരണ പണ്ട് ആരോ പറഞ്ഞ പോലെ കളി കണ്ടവിടെ നിൽക്ക് കേട്ട ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ പോലെ എഴുതിയവർ എഴുതിയത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളുകളാണ്. അപ്പോൾ ഉമർ മൗലവി റഹിമഹുല്ല, അപ്പോൾ നമ്മൾ സൽസബീൽ അല്ല, നമ്മൾ ഓർമ്മയുടെ തീർത്തെടുത്താളി എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അത് നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ എടുക്കേണ്ടതാണ്ടെന്നുള്ളക്ക് സൽസബീലിൻ്റെ കൊടുന്നത്. സൽസബീലിനുള്ളതെന്ന് വെച്ചാൽ ഓർമ്മയുടെ തീരത്തുള്ള സാധനം തന്നെയാണ്. ആ സാധനം തന്നെ അതുപോലെ ഓർമ്മയുടെ തീരത്തിൽ എന്താക്കിയതാണ് അപ്പോൾ എന്നേ ഉള്ളൂ. സാധനം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ രൂപത്തിൽ എന്താണ് പറയുക, വളരെ ദയനീയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രാവിലത്തെ സംഭവം ഉണ്ടായത് വെച്ചാൽ, ഇപ്പോൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഈ മരിച്ചോടത്ത് മുജാഹിദുകൾ ചെന്ന മാതിരിയാണ് അവിടുത്തെ സുന്നികൾ ഇരുന്നത്. അങ്ങനെ മരിച്ചോടത്ത് മുജാഹിദുകൾ എന്ന് കഴിഞ്ഞാൽ വളരെ പ്രാർത്ഥന നിർഭരായ മനസ്സോട് കൂടി മിണ്ടാതെ അങ്ങനെ ഉത്തരക്കലാണ് തലയും താത്തിയിട്ട്. ഇതേപോലെയാണ് എന്ത് സുന്നികളുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന ആളുകൾ മൊത്തം ഇരിക്കേണ്ടത്. ഒരു ബഹളമില്ല, ഒച്ചില്ല, ആകെ എന്തോ ഒരു പ്രയാസം, വാരം മൊത്തം. അതായത് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോയ സമയത്താണ് പിന്നെ എന്താണ് പറയേണ്ടത്, തക്ബീർ ചൊല്ലാൻ പറയേണ്ടത്. പക്ഷേ ഏത് മഹലിൽ ചൊല്ലണം എന്ന് പറഞ്ഞു കൊടുത്തോ എന്നുള്ളത് അവിടെ ഓൾക്ക് പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കാരണം ചോദ്യം തുടങ്ങുമ്പോഴത്തേന് തക്ബീർ, ഉത്തരം പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് തക്ബീർ, എവിടെയാണ് ചെല്ലേണ്ടത്, ഒരാൾ ചെല്ലുമ്പോൾ മറ്റാൾക്കാരും ഉണ്ടാകത്തിറക്കണവർ ചെല്ലുമ്പോൾ മറ്റും ഉണ്ടാകാതിരിക്കുക, ആകെ ഒരു ബഹളമായ ഉണ്ടായിരുന്നു എന്നുള്ള നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആദ്യത്തെ 3 ചോദ്യങ്ങൾ വിലയിരുത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്, ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളും മറ്റൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും അതിനെ വിലയിരുത്താൻ പറ്റും. അപ്പോൾ അവരുടെ വാദം സ്ഥാപിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ഒരു ചോദ്യം പോലും അവർ ചോദിച്ചില്ല എന്നുള്ളതാണ്. അതേസമയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നാമത് ചോദിച്ചാൽ നമ്മളെ വാദം അതിന് വായിച്ചു, ഈ വാദത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇത് തെറ്റാണെന്നെങ്കിലും ഒറ്റ വാക്കിൽ എന്താക്കാം പറയാം. ഫൈസൽ മൗലവിനോട് അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചപ്പോൾ ഒന്നാമത് നമ്മളെന്താക്കുക, ഒറ്റടിക്ക് അതിന് ഉത്തരം പറയും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെന്താക്കും വിശദീകരിക്കുക ചെയ്തത്. അതുപോലും പറയാൻ പടച്ച റബ്ബിൻ്റെ തൗഫീഖ് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീനല്ലാത്തൊരു കാര്യത്തെ ദീനാക്കി സ്ഥാപിക്കാനാണ് ഇവർ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ആ തൗഫീഖ് അവർക്ക് അതിലൂടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചോദിച്ച ഏറ്റവും സുപ്രധാനമായിട്ടൊരു ചോദ്യം എന്തായിരുന്നു വെച്ചാൽ, അബൂലഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് അബൂലഹബ് അല്ലാത്ത മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഒരു ഭയങ്കര സംഭവമാക്കിയാണ് പറയാൻ ശ്രമിച്ചത്. എന്താണ്, ബുഖാരി പറഞ്ഞിട്ടുണ്ട്, മറ്റേ എന്താണ് പറയുക, ഇബ്നു ഖയ്യിം പറഞ്ഞിട്ടുണ്ട്, മറ്റേ സുയൂത്തി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് എന്താക്കിയത് പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അബൂലഹബ് പറഞ്ഞു തന്നെയാണ് എന്താക്കിയത് അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചോദിച്ചാൽ അബൂലഹബ് അല്ലാത്ത വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്നാണ്. കാരണം അതിൻ്റെ ആ നിലക്ക് അത് ഒന്നും കൂടി അവർക്ക് വ്യക്തമായിക്കോട്ടെ എന്നുള്ള നിലക്ക് എന്താക്കി ഫൈസൽ മൗലവി അതിൽ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. അതായത് അന റബ്ബുക്കുമൽ അഅല എന്ന് ഫിർഔൻ പറഞ്ഞതായിക്കൊണ്ട് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫിർഔനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാണ് നാളെ ഒരുത്തം വന്ന് അങ്ങനെ ഉണ്ടാവും. അതെ, സുപ്രധാനമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം കേട്ടതുപോലും എന്താക്കിയില്ല, നടിച്ചില്ല. കാരണം എന്നിട്ട് ബുഖാരി പറഞ്ഞു, മുസ്ലിം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തള്ളി വിടുകയാണ്. അപ്പോൾ പൊതുജനങ്ങൾ ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട് അബൂലഹബ് എന്താണ്, അബൂലഹബിന് നരകത്തിൽ ശിക്ഷയ്ക്ക് ഇളവുണ്ടെന്ന് ബുഖാരി പറഞ്ഞു എന്നാണ്. അല്ല, ബുഖാരി പറഞ്ഞ എന്താണ്, അബൂലഹബിനെ സ്വപ്നത്തിൽ കണ്ട വ്യക്തി ഒരാളിങ്ങനെ കണ്ടു, സുവൈബയെ മോചിപ്പിച്ചത് കാരണത്താൽ അയാൾക്ക് നരകത്തിൽ അയാൾക്ക് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്, അതൊരു ഇളവായിക്കൊണ്ട് എന്താണ് അബൂലഹബ് പറഞ്ഞു എന്നുള്ളത് പറഞ്ഞു എന്ന സംഭവം, അത് ആ പറഞ്ഞു എന്നുള്ള സംഭവം ശരിയാണ്, അതുകൊണ്ട് ബുഖാരി ഉദ്ധരിച്ചു. ഇതല്ലാതെ വേറെ ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അതിന്
ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ നബിദിന റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ നാട് മുഴുവനും ഫ്ലക്സ് വെക്കും. സഹാബത്ത് ചെയ്തു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തു, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു, ഖുലഫാഉൽ അർബഅ ചെയ്തു, പിന്നെ അതുപോലെ തന്നെ അശറത്തുൽ മുബശ്ശിറൂന ഫിൽ ജന്ന ചെയ്തു പറഞ്ഞാൽ അങ്ങനെ തുടങ്ങി ഇമാമുമാരുടെ പേരൊക്കെ പറയും. ഇതെല്ലാം എന്താണ് പറയുക, ഒരുമിച്ച് കൂട്ടിയൊരു സാധനമാണ് ഈ നിഅമത്തുൽ കുബ്ര എന്ന് പറഞ്ഞൊരു ഒരു വാറോലുണ്ട്. അഡ്രസ്സില്ലാത്ത കിതാബ്, അതുകൊണ്ട് വാറോല എന്ന് പറഞ്ഞത്. ആ സാധനം നമ്മൾ കയ്യിൽ കൊണ്ടുവരുന്നു. അത് കാണിച്ചിട്ട് ചോദിച്ചു, ഇതിൽ നിങ്ങൾ എപ്പോഴും പറയലുണ്ടല്ലോ, നമ്മൾ ആൾക്കാരെ പേര് അങ്ങോട്ട് പറഞ്ഞെടുത്ത്. ഇനി നിഅമത്തുൽ കുബ്ര ഇനി വാറോലാണെങ്കിൽ ഇനി പള്ളി ദർസിൽ നിങ്ങൾ ഓതണ ഇന്നിന്നും കിതാബ് അതിൻ്റെ ഷറഹിൽ യാനത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തരത് അങ്ങോട്ട് പറഞ്ഞെടുത്തു. നിങ്ങൾ പറയും, ഈ പറഞ്ഞതിന് വല്ല തെളിവുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ് എന്ന് പറയുന്ന സാധനം ഉള്ളതാണോ എന്ന് ചോദിച്ചിട്ട്, പിന്നെ കമ്പിൽ പണ്ട് പറഞ്ഞ പോലെ ഇത് ഷവാഹിദിന് കളവ് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള കാര്യം വരെ ഓർമ്മിപ്പിച്ചിട്ടും അതിനെക്കുറിച്ച് കമാ എന്നൊരക്ഷരം ഉണ്ടാൻ അവർ തയ്യാറായില്ല. അതായത് പൊതുജനങ്ങൾ ആലോചിക്കേണ്ടത്, പൊതുജനങ്ങളുടെ കാശ് കിട്ടാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ ഫ്ലക്സിൽ വലിയ വെണ്ടക്ക നിരത്തുന്ന ആളുകൾക്ക് അത് അവർ ഏത് കിതാബിൽ നിന്നാണോ ഉദ്ധരിക്കുന്ന ആ കിതാബ് മുമ്പ് കൊണ്ടുവച്ചിട്ട് അതൊന്ന് പറഞ്ഞിരിന്ന് പറഞ്ഞിട്ട് എന്താക്കണില്ല, അവർക്കതൊന്ന് എടുത്ത് ഉദ്ധരിക്കാൻ പോലുമുള്ള ധൈര്യമില്ല എന്നതു തന്നെ അവർ ഈ സമൂഹത്തിനോട് ചെയ്യുന്ന വഞ്ചനയുടെ മുഖംമുടി അവിടെ അഴിഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർ കുറച്ച് ചോദ്യങ്ങൾ എഴുതിണ്ടാക്കി വന്നിട്ടുണ്ട്. അതങ്ങനെ ചോദിച്ചു പോയി എന്നതല്ലാതെ അതവിടെ വിഷയവുമായി കൊണ്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നോ എവിടെയാണത് ബന്ധപ്പെടുന്നതെന്നോ ബന്ധപ്പെടുത്താൻ പോലും കഴിയാത്ത രൂപത്തിലും നമ്മൾ നമ്മുടെ വാദത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പുറത്തുനിന്നൊരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. ആ വാദത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടിയൊന്നും പറയുവാൻ പോലും അവർക്ക് സാധിച്ചില്ല എന്നത് നിഷ്പക്ഷമായി ഈ വിഷയത്തെ നോക്കിക്കാണുന്ന വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നമ്മളെ സ്വഭാവം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഇതിലൊന്നും ആഘോഷിക്കലില്ല. എല്ലാ ആഘോഷവും ഈ പറഞ്ഞ പോലെ വിദഗ്ധണ് പറഞ്ഞ ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് പിന്നെ എല്ലാ ആഘോഷവും ചിലപ്പോൾ ഇനിയിപ്പോൾ ആ ആഘോഷത്തിൻ്റെ ഇതുവരെ ചിലപ്പോൾ ഒരു പുണ്യമായി കൊണ്ടേക്കാരം പേപ്പറിലത് എഴുതിയിട്ടുണ്ടാകും. കാരണം ഇവർക്ക് ആഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇത് കാണേണ്ടത്. അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ജാഅൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയും. രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4:30 അവസാനിക്കുന്ന സമയത്തിനിടയ്ക്ക് നബി ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കൽ പോലും അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. സഹാബത്ത് ചെയ്തു എന്ന് ഒന്ന് സൂചിപ്പിക്കാൻ ഒരു സൂചന പോലും അവർക്ക് കിട്ടില്ല. മാത്രമല്ല ഫൈസൽ മൗലവി ഉസ്താദ് ആവർത്തിച്ച് ചോദിക്കണം. നമ്മളെ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം ചോദിച്ച ചോദ്യം അതാണ്. ഏറ്റവും രസകരം എന്ന് വെച്ചാൽ ഒന്നും വേണ്ട, 4 മദ്ഹബിൻ്റെ ഇമാമന്മാരുണ്ടല്ലോ, അവരാരെങ്കിലും ചെയ്തു ഒന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ കുട്ടികൾ കെഞ്ചണ മാതിരി കെഞ്ചി നോക്കി. പക്ഷേ അവർക്കത് കേൾക്കാൻ പോലുമുള്ള അവസ്ഥയിലായിരുന്നില്ല അവരുണ്ടായിരുന്നത്. കാരണം ഇതൊന്ന് കഴിഞ്ഞിട്ടാൽ മതിയായിരുന്നു എന്നുള്ളിടത്തായിരുന്നു, മാനസികാവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്നുള്ളത് അവരുടെ ഇരുത്തവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബോധ്യമാകും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മളെ വാദത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വിഷയം അവതരിപ്പിച്ചല്ലോ, നമ്മളെ വാദത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വിഷയാവതരണം മുന്നോട്ട് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു വിഭ്രാന്തി അല്ലെങ്കിൽ ഒരു മരവിപ്പ് കൊണ്ടാവാം മറുഭാഗത്തെ വിഷയാവതരണം വാദത്തെ തന്നെ പൊളിച്ചുകൊണ്ടിരുന്നു. അതായത് ഓലെന്താണോ വാദം എഴുതിയത് പുണ്യകർമ്മമാണേ എന്ന അവരെ വാദത്തതിന് ഒരു പൊളിക്കുക. ഇപ്പോൾ സൂറത്ത് യാസീനിലെ ആയത്ത് ഓതിയത് വനക്തൂമ കദ്ദമു എന്നുള്ള ആയത്ത് ഓതി. ആ ആയത്ത് പ്രകാരം എന്താ ഉള്ളത്? ഇസ്ലാമിൽ അടിസ്ഥാനപരമായി ഉള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുക, അത് നമ്മളെ തുടർന്ന് ആരെങ്കിലും ചെയ്താൽ അതിൻ്റെ കൂലി കിട്ടും എന്ന ആയത്തെടുത്തിട്ടാണ് എന്ത് ചെയ്യണത്? ഒരു അടിസ്ഥാനം ഇല്ലാത്ത തെളിവാക്കണത്. അതേപോലെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്ന ഹദീസിന് സാഹചര്യമുണ്ട്. ആ സാഹചര്യം സ്വതക്കയുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഫൈസൽ മൗലവി തിരിച്ചു വെച്ചത്. അതായത് സുന്നത്തും സയ്യത്തായിട്ടുള്ള സുന്നത്ത് അതാ ഇസ്ലാമിലുള്ളത് എന്ന് തിരിച്ചു വെച്ചു. പക്ഷേ മനസ്സിലായിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ അതാണ് കൊണ്ടുവന്ന ആയത്തും ഹദീസും പ്രകാരം ഓരോ വാദം എന്ത് ചെയ്യാണ്? പുളിയാണ്. പിന്നെ മൻ അഹറസഫി അംബിന്ന ഹാറ എന്നുള്ള ഹദീസ് വെച്ചിട്ട് ഒരു കാര്യം ഇസ്ലാം ആകണമെങ്കിൽ 2 നിബന്ധന ഉണ്ടെന്ന് പറഞ്ഞു. എന്ത്? 1 പുതിയതായി ഉണ്ടാക്കപ്പെട്ടതാകാൻ പാടില്ല, 2 ദീനിൽ ഉള്ളതാകണം. ഇതാണ് 2 കാര്യങ്ങൾ. അതുമീം അവരുടെ വാദം പൊളിയാണ്. കാരണം ഇത് പുതിയതായി ഉണ്ടാക്കപ്പെട്ടതെന്നുള്ളത് ഐക്യമുള്ള കാര്യമാണ്, സമസ്തക്കും നമുക്കും ഐക്യമുള്ള കാര്യമാണ്. നമ്മൾ സംവാദത്തിൽ എടുത്തെടുത്തെടുത്ത് പറഞ്ഞു ഇത് ഉത്തമ തലമുറയിലില്ല എന്ന്. ഞങ്ങളും നിങ്ങളും ഐക്യത്തിലാണ്.
അപ്പോൾ ഉത്തമ തലമുറ ഇല്ലെങ്കിൽ അത് ഹദസാണല്ലോ, പുതിയ ഉണ്ടാക്കപ്പെട്ടതാണല്ലോ. മാത്രവുമല്ല ഫി അംബ്രിന ഹാദ, ഇതിൽപ്പെട്ടത് ദീനിൽപ്പെട്ടതല്ല എന്ന് ഉറപ്പായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അധ്യാപനമല്ല, സ്വഹാബത്തിൻ്റെ ഖുലഫായിൻ്റെ സുന്നത്തില്ല, എവിടെയില്ല. അപ്പോൾ ആ ഹദീസ് പ്രകാരവും അയാൾ എന്ത് ചെയ്തു? അവതരണത്തിൽ അയാൾ വാദം പൊളിക്കുകയാണ്. പിന്നെ ഇത് ഷിർക്കല്ല എന്ന് പോലും പറയാണ്. അപ്പോൾ നമ്മൾ ഷിർക്കാണ് എന്ന് നിരുപാധികം എഴുതിയത് എന്ത് ചെയ്യണം? ഒരു വിഷയാവതരണത്തിലും കൊണ്ടുവരണം, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോൾ കൊണ്ടുവരണം. അതുണ്ടായിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ അവരുടെ വാദത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സാഹചര്യം കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ, വലിയൊരു തൗഫീഖാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ചെറുവാടി സംവാദത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ചെറുവാടി സംവാദം നിഷ്പക്ഷമായി വീക്ഷിക്കുന്ന ഏതൊരാൾക്കും അത് മുൻധാരണകളെ മാറ്റിവെച്ച്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, മുൻധാരണകളെ മാറ്റിവെച്ച് നിഷ്പക്ഷമായി ആ ഒരു വിഷയത്തെ പഠിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും അത് ചോദ്യം ശ്രദ്ധിച്ച് ഉത്തരം കൃത്യമായി ശ്രദ്ധിച്ച് അതിനെ വിലയിരുത്തുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമസ്തയുടെ പക്ഷത്ത് യാതൊരു തെളിവുമില്ല എന്നു മാത്രമല്ല, അവർ തക്ബീർ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നാവുകൾ കൊണ്ട് മാത്രമോ ആണ് പിടിച്ചു നിൽക്കുന്നത് എന്നും, അത് തന്നെയാണ് അതിനുശേഷവും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ വീഡിയോകളും അവരുടെ എഴുത്തുകളും എല്ലാം വിളിച്ചോതുന്നത് യഥാർത്ഥത്തിൽ അവരെ പിടിച്ചു നിർത്താൻ അവർ കാണിക്കുന്ന ചില ന്യായങ്ങളും ചില പരിപാടികളും മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഏതായാലും ഈ ഒരു പ്രോഗ്രാം വീക്ഷിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ, സംവാദം വീക്ഷിച്ചിട്ടില്ല എങ്കിൽ അത് ആദ്യാവസാനം ഒന്ന് വീക്ഷിക്കുകയും എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുകയും ചെയ്യണം. എന്നിട്ട് അതിൽ സത്യത്തെ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്.